ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം പീതാംബരങ്കര വിരാജിത ശംഖചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 98-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 98-ാമത്തെ ശ്ലോകത്തിൽ 8 നാമങ്ങളായിരുന്നു. 98-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം 923 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 99-ാമത്തെ ശ്ലോകം. ഓം ഹരിശ്രീ ഗണപതയേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം വിശ്വസ്മൈ നമഃ. ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിതഃ. 9 നാമങ്ങളുണ്ട്. ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിതഃ. നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്താരണഃ, ദുഷ്കൃതിഃ, പുണ്യഃ, ദുസ്വപ്നനാശനഃ, വീരഃ, രക്ഷണഃ, സന്തഃ, ജീവനഃ പര്യവസ്ഥിതഃ. ഒന്നുകൂടെ പറയാം. ഉത്താരണഃ, ദുഷ്കൃതിഃ, പുണ്യഃ, ദുസ്വപ്നനാശനഃ, വീരഃ, രക്ഷണഃ, സന്തഃ, ജീവനഃ പര്യവസ്ഥിതഃ. 9 നാമങ്ങൾ. നമുക്ക് നോക്കാം. ഓരോ നാമങ്ങൾ, ഓരോ ശ്ലോകത്തിൽ ഓരോ നാമങ്ങൾ എടുത്തിട്ട് നോക്കാം. ആദ്യത്തെ നാമം, അതായത് ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിതഃ. ആദ്യത്തെ നാമം ഉത്താരണഃ. ഉത്താരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക. സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനാണ് ഭഗവാൻ. നമ്മളെ സംസാര സാഗരമാകുന്ന ദുഃഖങ്ങളിൽ നിന്നെല്ലാം കരകയറ്റുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ പേര് ഉത്താരണൻ, ഉദ്ധരിക്കുന്നവൻ എന്ന്. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ ഭക്തന്മാരെ താൻ ജനന മരണമാകുന്ന സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കും എന്ന്. അതായത് ഭഗവാന്റെ കടാക്ഷം അല്ലെങ്കിൽ ഭഗവാൻ മോക്ഷം നൽകുന്നു എന്ന് അർത്ഥം. ഉദ്ധരിക്കുന്നു എന്നാൽ മോക്ഷത്തെ കൊടുക്കുന്നു എന്ന്. അടുത്ത നാമം ദുഷ്കൃതിക. ദുഷ്കൃതിക, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നു എന്നൊരർത്ഥം. പിന്നെ ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊല്ലുന്നു. ഭഗവാന്റെ ഭക്തന്മാരുടെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. കൂടാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ കൊല്ലുന്നു. 2 അർത്ഥമുണ്ട്. പുണ്യശ്രവണ കീർത്തനം ആവുകയാണെങ്കിൽ ഭഗവാന്റെ പുണ്യശ്രവണ കീർത്തനൻ ആകയാൽ ഭഗവാന്റെ ഭക്തന്മാർ ഈ ജന്മത്തിൽ ചെയ്തതും മുജ്ജന്മത്തിൽ ചെയ്തതുമായ പാപങ്ങളെയെല്ലാം അവർ ശരിയായി പാകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഭഗവാൻ തന്നെ നശിപ്പിച്ച് അവരെ പുണ്യവാന്മാരാക്കുന്നു. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിലേ ഉള്ളൂ ഭഗവാനെ നമ്മൾ സ്മരിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, കേൾക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ വിഷയ ആസക്തിയിൽപ്പെട്ട് നമ്മൾ ധർമ്മവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം ആ സുഖം കിട്ടിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോകും മനസ്സ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിച്ച് നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച്
എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ആ ജ്ഞാനമാകുന്ന അഗ്നി അതിൽ നമ്മുടെ പാപങ്ങളെല്ലാം ജ്വലിച്ചു പോകും എന്നാണ് പറയുന്നത്. ആ ജ്ഞാനാഗ്നിയിൽ പാപത്തെ നശിപ്പിക്കുന്നു. അത് നമ്മൾക്ക് അറിവ് തന്ന് നമ്മളിൽ നിന്ന് നമ്മുടെ പാപത്തെ എല്ലാം ഇല്ലാതെയാക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവനെന്നും, പിന്നെ ഭഗവാൻ ദുഷ്ടന്മാരെ രാവണൻ, കംസൻ, ശിശുപാലൻ തുടങ്ങിയ ദുഷ്ടന്മാരെയൊക്കെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഭഗവാന് ദുഷ്കൃതിക എന്ന് പേര്. ഇനി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ദുഷ്കൃതീൻ ഹന്തിനി എന്ന് വ്യാഖ്യാനിക്കുവാണെങ്കിൽ പാപികളായവരെ ഹനിക്കുന്നവനെന്നും അർത്ഥം എടുക്കാം. അടുത്ത നാമം പുണ്യക. പുണ്യൻ എന്ന് പറഞ്ഞാൽ പരമപാവനനായവൻ, പുണ്യവാൻ. ഭക്തന്മാരുടെ ദുർവാസനകളെ നശിപ്പിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഇനി ശ്രുതി, സ്മൃതി തുടങ്ങിയ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങിയ ശാസനകളാൽ എങ്ങനെ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം നേടണം എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു ഭഗവാൻ. അല്ലേ? മനുഷ്യനായി അവതാരം എടുത്ത് ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ഒക്കെ അവതരിച്ച് വന്നിട്ട് എങ്ങനെയാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നു. അങ്ങനെ ഭഗവാൻ നമ്മൾക്ക് എങ്ങനെയാണ് പുണ്യം നേടേണ്ടത് എന്ന് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഭഗവാൻ പുണ്യൻ. ഇനി അടുത്ത നാമം ദുസ്വപ്നനാശനക. ചീത്ത സ്വപ്നങ്ങളെ ഇല്ലാതെയാക്കുന്നു. അതായത് നമ്മൾ കാണുന്ന ചീത്ത സ്വപ്നങ്ങളെയൊക്കെ നമ്മളിൽ നിന്ന് അതൊക്കെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ മനസ്സിൽ വരാതെ തടുത്ത് ആ ചീത്ത സ്വപ്നങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നു ഭഗവാൻ. ഇപ്പം ഉപബോധ മനസ്സിൽ പല ചിന്തകളും എടുക്കും. ആ ചിന്തകളിൽ നിന്നൊക്കെ ഭയവും അതും ഇതുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പം അവയെല്ലാം നശിപ്പിച്ച് ഭഗവാൻ നമ്മൾക്ക് ചീത്ത സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. എന്നിട്ട് മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഭക്തർക്ക് ശാന്തി നൽകി മനസ്സിൻ്റെ സമതുലനം നിലനിർത്തുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് എന്താണ് പുണ്യൻ എന്ന് പേര്, അല്ലേ? ദുസ്വപ്നനാശനൻ എന്ന് പേര്. ധ്യാനം, കീർത്തനം, സ്മരണം എന്നിവ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു, ദുസ്വപ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാശനഹ എന്നു പേര്. അടുത്ത നാമം വീരഹ. വീരന്മാരെ ഹനിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പും ഈ നാമം 2 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. 166-ാമത്തെ നാമത്തിലും 167-ാമത്തെ നാമത്തിലും 742-ാമത്തെ നാമത്തിലും. നമ്മളിൽ വരുമ്പോൾ അത് 742-ഉം 167-ഉം ആകും. അതായത് വീരന്മാരായ അസുരന്മാരെയൊക്കെ ഹനിച്ച് ധർമ്മ സംരക്ഷണം ചെയ്യുന്നവനെന്ന് അവിടെ വ്യാഖ്യാനിച്ചു. എന്നാൽ ഇവിടെയോ ഭക്തന്മാരുടെ വിവിധങ്ങളായ ഗതികളെ നശിപ്പിച്ച് അവർക്ക് മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നിവിടെ എടുക്കാം. അപ്പോൾ വീരങ്ങൾ എന്നാൽ വിവിധങ്ങളായ ഗതികളെന്ന്, അതായത് ജനന മരണങ്ങൾ ഇല്ലാതെയാക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ വീരഹ എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം രക്ഷണക, രക്ഷിക്കുന്നവൻ. അപ്പോൾ വിഷ്ണു സത്വഗുണപ്രധാനി ആയതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നു, അല്ലേ? ലോകരക്ഷണം എന്ന ജോലി മഹാവിഷ്ണുവിനുള്ളതാണ്. അപ്പം സാധു സംരക്ഷണത്തിന് വേണ്ടിയും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ധർമ്മത്തെയൊക്കെ ധർമ്മം ലോപിച്ചാൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും വീണ്ടും യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതായത് ധർമ്മം നശിക്കുമ്പോഴും ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോഴും ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കും. യുഗേ യുഗേ, ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുമെന്ന്
ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നതായതുകൊണ്ട് ഭഗവാന് രക്ഷണ എന്ന് പേര്. അടുത്ത നാമം സന്തഹ. സന്തഹ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ. ഇവിടെ സന്തഹ എന്ന് പറഞ്ഞാൽ ബഹുവചനമായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് വിനയം, അഹിംസ, തത്വജ്ഞാനം എന്നുള്ളവരെല്ലാം സത്വഗുണ പ്രധാനികളായി ജീവിക്കുന്നവരും സജ്ജനങ്ങളും. അവതാരങ്ങളിൽ ഭഗവാൻ സജ്ജനങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം സജ്ജന സംസർഗമാണ് ഭക്തിമാർഗത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് കാണിക്കാനാണ് ഇവിടെ ബഹുവചനമായിട്ട് സന്തഹ എന്ന് കാണിച്ചത്. അതുകൊണ്ടായിരിക്കാം. അപ്പം ഈ നാമം മാത്രം ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്തഹ, സജ്ജനങ്ങൾ എന്ന്. അടുത്തത് ജീവനഹ. അപ്പം അത് ഏകവചനമായിരുന്നെങ്കിൽ സന്തൻ, സന്ത, അത് സന്തഹ എന്ന് ഇതാവുമോ? അതായത് സജ്ജനം അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ബഹുവചനമായിട്ട് സന്തഹ എന്ന് സജ്ജനങ്ങൾ എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നു ബഹുവചനമായിട്ട്. അപ്പോൾ പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാൻ. എന്നിട്ട് പലയിടത്തും പല ഇതിലും അതുപോലെ ഭക്തിമാർഗമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യത്തെ പടി എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പല അവതാരങ്ങളും ഭഗവാൻ എടുത്ത് സജ്ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ചത് കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ബഹുവചനമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത നാമം ജീവനഹ. ജീവന എന്ന് പറഞ്ഞാൽ ജീവിക്കുവാൻ, അതായത് ജീവിക്കുന്നവൻ, അതായത് ജീവൻ. ജീവിക്കുന്നവൻ അതായത് ജീവൻ. അപ്പം പ്രാണരൂപമായിട്ട് എല്ലാ ജന്തുക്കളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ പ്രാണനായിട്ട് നിലനിൽക്കുന്നു അല്ലേ? ഈ സൂക്ഷ്മ ഈ ശരീരം, നമ്മളുടെ ആ ശരീരത്തിലുള്ള പ്രാണൻ പോയാൽ പിന്നെ വെറും ജഡമാണ്. അതായത് ശിവം പോയാൽ ശവമായി എന്ന് പറയും. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, ഭദ്രം, പ്രാണൻ, നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ജഡമാകും നമ്മൾ. അപ്പോൾ ആ പുരുഷൻ ആലോചിച്ചു, ഈ ശരീരത്തിൽ നിന്ന് ഏതൊന്ന് പുറത്തേക്ക് പോകുന്നുവോ അപ്പം ഞാനും പുറത്തു പോകും ഇല്ലേ? അതുകൊണ്ട് ഏതൊന്ന് നിലനിൽക്കുമ്പോഴാണോ ഞാനും നിലനിൽക്കുന്നത് എന്ന് ആ പരമാത്മാവ് ചിന്തിക്കുന്നു. എന്നിട്ട് ഹിരണ്യഗർഭനെ, അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജീവനായി നിലനിൽക്കുന്നത് മുഖ്യ പ്രാണൻ എന്ന ജീവാത്മാവാണ്. അതുകൊണ്ട് ഭഗവാന് പേര് ജീവനഹ, ജീവൻ, പ്രാണൻ എന്നർത്ഥം. ജീവിക്കുന്നവൻ അതായത് ജീവൻ എന്നർത്ഥം. അടുത്ത നാമം പര്യവസ്ഥിത, സർവവ്യാപി എന്നർത്ഥം. എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളിലും ഭഗവാനുണ്ട്. എല്ലാത്തിൻ്റെയും ആധാരവും ഭഗവാനാകുന്നു. അതുകൊണ്ട് ഭഗവാന് പര്യവസ്ഥിത എന്ന് പേര്. എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ അന്തർബഹിശ്ച തത്സർവം വാപ്യ നാരായണ സ്ഥിത എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭഗവാൻ പര്യവസ്ഥിത. ഇനി ടോട്ടലായിട്ട് ആ നാമങ്ങൾ ഓരോ വാക്കി പറഞ്ഞ് ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താണെന്ന് നോക്കാം. ഉത്താരണോ ദുഷ്കൃതിക പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത. ഉത്താരണഃ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവൻ, ദുഷ്കൃതിക ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൻ, ദുഷ്ടന്മാരെ കൊല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം. പുണ്യഃ ഏറ്റവും പരിശുദ്ധൻ, ദുസ്വപ്നനാശന ധ്യാനം, കീർത്തനം, സ്മരണം എന്നിവ ചെയ്യുന്നവർക്ക് ദുസ്വപ്നങ്ങൾ ഇല്ലാതെയാക്കുന്നവൻ, വീരഃ വീരങ്ങൾ മുതലായ ഗതികൾ, അതായത് വിവിധങ്ങളായ ജനന മരണ രൂപമായ ഗതികൾ ഇല്ലാതെയാക്കുന്നവൻ അല്ലേ? വീരങ്ങൾ ഇല്ലാതെയാക്കുന്ന വീരഃ. രക്ഷണഃ രക്ഷിക്കുവാനായി ധർമ്മച്യുതി സംഭവിക്കുമ്പോഴെല്ലാം അവതരിക്കുന്നവൻ, രക്ഷണഃ. സന്തഃ സത്തുക്കളുടെ രൂപമെടുത്തവൻ. ജീവനഃ ജീവികളെയൊക്കെ ജീവിപ്പിക്കുന്ന ജീവൻ,
പര്യവസ്ഥിത, എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളിലും സ്ഥിതി ചെയ്യുന്നവൻ. അപ്പോൾ ടോട്ടൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സംസാര സാഗരത്തിൽ നിന്നുദ്ധരിക്കുന്നവനും ഭക്തരുടെ പാപങ്ങൾ അകറ്റുന്നവനും പരമപാവനനും ചീത്ത സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവനും വീരന്മാരായ അസുരന്മാരെ കൊല്ലുന്നവനും ലോകങ്ങളെ രക്ഷിക്കുന്നവനും അവതാരകാലത്ത് സജ്ജനങ്ങൾക്ക് മാതൃകയായി ജീവിക്കുന്നവനും ജീവനായി എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നവനും സർവവ്യാപിയായവനും മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് ഭഗവാന് ഈ ശ്ലോകം അർത്ഥം ഇതാണ്: ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശനഃ വീരഃ രക്ഷണ സന്തോ ജീവനപര്യവസ്ഥിതഃ. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ.